എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപ ശുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീ റൈസിൻ്റെ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് പെർഫെക്റ്റ് മണത്തിലും ടേസ്റ്റിലും ഉള്ള ഒരു റെസിപ്പിയാണ് ഇത്. ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും ചിക്കൻ ചുക്കയുടെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്ച്ചോറാണ്. ഈ ചിക്കൻ ചുക്കയുടെ റെസിപ്പി നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ദീപ ശുചിക്കൂട്ട് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഗീ റൈസിൻ്റെ റെസിപ്പിയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഈ നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിന് വേണ്ടി ജീരകശാല റൈസാണ് വേണ്ടത്. അത് 2.5 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 9 ഗ്ലാസ് അരിക്ക് 13.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ആദ്യം തന്നെ നമ്മൾ കുതുക്കാനിട്ടിരുന്നു. ഈ 2.5 കിലോ അരി 10 മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് അത് ഊറ്റിയെടുക്കേണ്ടത്. അപ്പോഴത്തേക്കിന് നമ്മൾ ഈ 13.5 ഗ്ലാസ് വെള്ളം കണ്ടല്ലോ തിളപ്പിക്കാനിട്ട് നന്നായിട്ട് തിളച്ച വെള്ളമാണിത്. അതിനുശേഷം നമുക്ക് ഗീ റൈസ് തയ്യാറാക്കാനുള്ള പാത്രം വലിയൊരു ചരുവാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 200 ഗ്രാമോളം നെയ്യ് വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഈ നെയ്ച്ചോറ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുകയാണേ. കണ്ടല്ലോ, നന്നായിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നിടം വരെ ഒന്ന് മൂപ്പിക്കണേ. ഇതിൽ മൂത്ത് പോലെ, അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേണം അത് മൂപ്പിക്കാൻ. അതിനുശേഷം ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മുടെ നെയ്ച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി ആ നെയ്യിലേക്ക് തന്നെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. നല്ല പെർഫെക്റ്റ് ടേസ്റ്റാണ്, ഞാൻ പറയുവാണ്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കിക്കോ. നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഗീ റൈസ് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. കണ്ടല്ലോ, അതും ഒന്ന് ചൂടാക്കി കൊടുത്തു. അതിലേക്ക് നമ്മൾ ഗ്രാമ്പും ഏലക്കായും ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 8 ഗ്രാമ്പും 8 ഏലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ ഉള്ളിലോട്ടും കിടന്നിട്ട് നല്ല മണമായിരിക്കും ഇപ്പം ആ ഗ്രാമ്പുവിൻ്റെയും ഏലക്കയുടെയും ഒക്കെ കേട്ടോ. ഏകദേശം ആ ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് വന്ന സമയമാകുമ്പോഴത്തേന് നമ്മൾ ആ ഊറ്റിയെടുത്ത റൈസ് ആ നെയ്യിലേക്കിട്ട് ഒരു 5 മിനിറ്റ് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ. നമുക്കറിയാം അതൊന്ന് മൊരിഞ്ഞ് വരുന്ന പരുവമേ, ആ ഒരു പരുവം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ റൈസ്. കടല നെയ്യ് കിടന്ന് അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ റൈസിന് കേട്ടോ. ആ മണവും വരും കേട്ടോ. കണ്ടല്ലോ, അതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ 13.5 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ തിളപ്പിച്ച്, ആ തിളപ്പിച്ച വെള്ളം ആ ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടല്ലോ, ഏകദേശം 1 നാരങ്ങയോളം പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നേലൊന്ന് തൊടാതെ റൈസ് നല്ല പുലുപുലാന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തേ. കണ്ടല്ലോ, ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ റൈസ് ഒന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാവേ. ഏകദേശം 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ഗീ റൈസ് തയ്യാറായിട്ടുണ്ട്. അത് വെള്ളത്തിൻ്റെ അളവും അരിയുടെ വേവും പോണക്കിരിക്കും. 10 മിനിറ്റിനും 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ റൈസ് കറക്റ്റ് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയാൽ മതി. അവിടെയല്ലോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ വെള്ളത്തിൽ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഏകദേശം 2 സവാളയോടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, അത് അതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഗീ റൈസിൻ്റെ ചിക്കൻ ചുക്കയാണ് ഞാൻ ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയിരുന്നത്. ആ ചുക്കയ്ക്ക് വറുത്ത് വെച്ച സവാളയിൽ നിന്നാണ് ഗീ റൈസിലേക്ക് ഞാൻ ഈ സവാള വറുത്ത് വെച്ചത് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം കാഷ്യൂനട്ടും കിസ്മിസും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെതറി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് നന്നായിട്ട് തന്നെ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഒന്നിലൊന്ന് തൊടാതെ ഈ കാഷ്യൂനട്ടും കിസ്മിസും ഈ ഉള്ളി എല്ലാ ഭാഗത്തും ചെല്ലുന്ന കണക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒന്ന് തൂകിയതിന് ശേഷമാണ് ഇതൊന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പോഴാണ് പെർഫെക്റ്റ് ഗീ റൈസിൻ്റെ ഫ്ലേവറും മണം വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീ റൈസ് അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻസും ഇട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.